ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവന്റെ അമ്മയാ, അവനെ പ്രസവിച്ച സ്ത്രീ. എന്നെക്കാൾ അധികാരം ഇന്നലെ വന്ന് കയറി അവക്കുണ്ടോ മഹേട്ടാ? ഇന്നലെ വന്ന് കയറിയ ഒരു പെണ്ണിന് നിന്നെക്കാൾ അധികാരമൊന്നുമില്ല. പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്ന നമ്മുടെ മകൻ കെട്ടിയ താലിക്ക് ആ അധികാരമുണ്ട്. 1000 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സകല ശക്തിയും സംഭരിച്ചു വേണം എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ. വയ്യ. ഒരാളുടെയും ചോദ്യങ്ങൾ നേരിടാൻ എനിക്കിപ്പോ ആവില്ല. ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഒരിടത്തും എത്തിയില്ലല്ലോ മാഡം. നമുക്ക് കുറച്ച് വിപുലമായ അന്വേഷണത്തിന് ശ്രമിച്ചാലോ? മറ്റേതെങ്കിലും ഏജൻസി, ഈ ക്രൈം ബ്രാഞ്ചിലോ മറ്റോ? ഞാനും അത് ഓർക്കാതിരുന്നില്ല. പക്ഷെ അതിനെല്ലാം വ്യക്തമായ കാരണങ്ങൾ വേണം. ലോക്കൽ പോലീസിന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള നിഗൂഢതകൾ എന്തെങ്കിലും ഈ കേസിലുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതിപ്പോ അങ്ങനെയൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ലല്ലോ. മാഡം വിഷമിക്കണ്ട. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം വിഷ്ണു സാറ് കയറി വരും. അന്ന് മാഡത്തിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം വിഷ്ണുവേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അധികം നാളൊന്നും എന്നെ പിരിഞ്ഞിരിക്കാനാവില്ല. അത് ഞാൻ എന്റെ വിഷ്ണുവേട്ടന് കൊടുത്ത, വിഷ്ണുവേട്ടൻ എനിക്ക് തിരിച്ചു തന്ന സ്നേഹത്തിന്റെ ആത്മാർത്ഥതയിൽ നിന്നുണ്ടായ ഉറപ്പ്. അത് തെറ്റില്ല. ആ ഒരു ഉറപ്പ് മാത്രമേ ഇപ്പൊ എന്നിൽ അവശേഷിക്കുന്നുള്ളൂ. റസാഖ് പറഞ്ഞോ. മാഡം, സൈബർ സെല്ലിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ്. സ്ത്രീയുടെ ഫോണിൽ നിന്നോ? അതെ മാഡം, ആ ഫോണിലേക്ക് ധാരാളം കോൾസ് പോയിട്ടുണ്ട്. വിഷ്ണു സാറിനെ കാണാതായതിനു ശേഷവും ഈ ഫോണിൽ നിന്നും അതിലേക്ക് കോളുകൾ വന്നിട്ടുണ്ട്. അത് ഏതാ സ്ത്രീ? രേഷ്മ. എന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടായിരുന്നു. അതെ മാഡം, ഈ സ്ത്രീയുടെ കോൾ ഡീറ്റെയിൽസ് ഞങ്ങൾ പരിശോധിച്ചു. ലൊക്കേഷൻ ഔട്ട് ഓഫ് കേരളയാണ്. പല ടവർ ലൊക്കേഷൻസ് കാണിക്കുന്നതിൽ നിന്നും എന്തൊക്കെയോ ദുരൂഹതകളും മണക്കുന്നുണ്ട്. അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഉടനെ കളക്ട് ചെയ്ത് അയക്കാം മാഡം. രേഷ്മ, അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? പേഷ്യന്റ് സർജറിയുടെ മയക്കം വിട്ട് ഇതുവരെ ഉണർന്നിട്ടില്ല. ഒരാൾക്ക് പേഷ്യന്റിനെ കാണാനുള്ള അനുവാദം ഞാൻ തരാം. പക്ഷേ അയാൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. സ്പർശിക്കരുത്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇനി ഏറെ കടമ്പകൾ ബാക്കിയുണ്ടെന്ന് ഓർമ്മയിൽ വേണം കയറി കാണാൻ. ഡോക്ടർ, ഞാൻ ശരി, കയറി കണ്ടോളൂ. only one person. നിർമ്മലേ, അവള് കയറി കാണട്ടെ. അവളാ ആദ്യം അവനെ കാണേണ്ടത്. ഡോക്ടർ,
അവന്റെ അമ്മയാ, അവനെ പ്രസവിച്ച സ്ത്രീ. എന്നെക്കാൾ അധികാരം ഇന്നലെ വന്ന് കയറി അവക്കുണ്ടോ മഹേട്ടാ? ഇന്നലെ വന്ന് കയറിയ ഒരു പെണ്ണിന് നിന്നെക്കാൾ അധികാരമൊന്നുമില്ല. പക്ഷേ അവളുടെ കഴുത്തിൽ കിടക്കുന്ന നമ്മുടെ മകൻ കെട്ടിയ താലിക്ക് ആ അധികാരമുണ്ട്. അത് എങ്ങനെ കെട്ടിയതോ ആയിക്കോട്ടെ, അതിന്റെ പവിത്രതയ്ക്ക് നമ്മൾ വില കൽപ്പിച്ചേ മതിയാവൂ. ശിവ, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല പ്ലീസ്. എനിക്ക് ശിവേട്ടനെ കാണണം വെച്ച. കാണാവല്ലോ, നമുക്ക് എല്ലാവർക്കും കാണാം. ആ ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒന്നിച്ചു കയറി കാണരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. നിർമ്മലെ, നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതിനേക്കാളും 10 മടങ്ങ് ആ കുട്ടി ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട്. അത് കണ്ടില്ല എന്ന് അടിച്ച് തള്ളിക്കളയാൻ നമുക്കാവൂ? അവൾ ഇത്രയും നാളും വീട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നമ്മുടെ മകന്റെ പിന്നാലെ നടന്നില്ലേ? ആ സ്നേഹം എങ്ങനെയാ നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാനാവുന്നത്? അവൾ അത്രത്തോളം നമ്മുടെ മകനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ആ ഇഷ്ടം നമുക്ക് പുറത്തു നിന്ന് നോക്കിക്കാണാം. ചിലപ്പോ സർവേശ്വരന്റെ അനുഗ്രഹത്തിൽ നമ്മുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇതൊക്കെ നമ്മളെ കാണിക്കാനാണെങ്കിലോ? അപ്പൊ എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി ഉറപ്പിച്ച മട്ടാണല്ലേ? ഇതുവരെ നമ്മളെല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തതല്ലേ? ഇതും അങ്ങനെ വിട്ടുകൊടുക്കാം. എല്ലാം സർവേശ്വരൻ തീരുമാനിക്കട്ടെ. എന്ത് കിടപ്പാടായി കിടക്കുന്ന കണ്ടിട്ട് ചങ്ക് പൊട്ടുക.